ശ്രീമതി ആശ, ഇപ്പോൾ 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 എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംസാരിക്കുന്നത് താങ്കൾ കേട്ടു. കേന്ദ്രം പറയുന്നു സംസ്ഥാന സർക്കാരാണ് ചിലത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു ഞങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ ആക്ഷേപം ഉന്നയിച്ചവർ അധികാരത്തിൽ വരുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയുന്നു. ശ്രീമതി ദീപ്തി മേരി വർഗീസിനെ പോലെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി പറയുന്നു ഞങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നു, ഉടനെ ചെയ്യാമെന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ ആരിൽ നിന്നാണ് ഒരു ആശ്വാസം താങ്കളെപ്പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത് ശ്രീമതി ആശ? ശരിക്കും വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഭക്ഷ്യോൽപാദന വിതരണ മേഖലയിലെ ചെറിയ വ്യാപാരികളെയും സാധാരണ ജനങ്ങളെയുമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും സംസാരിച്ചു, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാ അവശ്യ സാധനങ്ങളുടെയും വില കൂടി, പാല്, പച്ചക്കറി എല്ലാം വില കൂടി. ഗ്യാസ് സിലിണ്ടറിൻ്റെ വില, വാണിജ്യ ആവശ്യത്തിലുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കഴിഞ്ഞ 6 മാസം 1400 രൂപ കൂടി ഇപ്പോൾ 3100 രൂപയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഉൽപ്പാദന ചെലവ് കൂടുന്നു. പല റെസ്റ്റോറൻറ്റ്സും അടച്ചുപോയി, ബാക്കിയുള്ളവ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലാണ്. തൊഴിലാളികളെ പിരിച്ച് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നവർ തന്നെ തൊഴിലാളികളെ കുറച്ചു, മെനുവിലെ ഐറ്റംസ് കുറച്ചു. ഇതെല്ലാം നാളെ സാധാരണക്കാർക്കെയാണ് ബാധിക്കുന്നത്. 10 രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ചായ ഇന്ന് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും എന്ന് ഓരോരുത്തരും ആലോചിച്ച് നോക്കണം. ഇതെല്ലാം ബാധിക്കുന്ന സാധാരണക്കാരെയും ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ചെറുകിട വ്യാപാരികളെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് അശാസ്ത്രീയമായിട്ടാണ് ഈ ഗ്യാസിൻ്റെ എല്ലാം വില വർധന നടന്നിട്ടുള്ളത്. 85% വരുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ വില ഒരു നിസ്സാര വില കൂട്ടുകയായിരുന്നെങ്കിൽ ഈ വാണിജ്യ ഉപഭോക്താക്കളുടെ വില ഇത്രയേറെ 1400 രൂപ 6 മാസം കൊണ്ട് കൂടിയെന്ന് പറയുമ്പോൾ അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പിന്നെ ഈ എണ്ണ വിതരണ കമ്പനികളെല്ലാം പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അപ്പോൾ പബ്ലിക് വെൽഫെയർ ഒരു നിരക്കില്ലാതെ അവരെല്ലാം ഇങ്ങനെ കുത്തനെ വില കൂട്ടുന്നത് നമുക്ക് ഈ മേഖലയുള്ളവർ മൊത്തമായിട്ടും തകർക്കുന്ന ഒരു നിലപാടാണ്. അത് ഇപ്പോൾ സാധാരണക്കാർക്ക് പുറത്തിറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ പോലും ഭയമായിരിക്കുന്നു. നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുതരം സർവൈവൽ മോഡിലേക്കാണ് വന്നിരിക്കുന്നത്. പലരും അടച്ചുപൂട്ടി പോവുക, ഈ മേഖല തന്നെ വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ ഹോട്ടൽ വില, ഭക്ഷണത്തിൻ്റെ വില പിടിച്ചു നിർത്താനോ തൽക്കാലം ഒന്ന് നിയന്ത്രിച്ചു നിർത്താനോ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? അല്ലെങ്കിൽ KHRA പോലെയുള്ള നിങ്ങളുടെ സംഘടനയൊക്കെ ആരിൽ നിന്നാണ് നിങ്ങളിപ്പോൾ ഇതിലൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നത്? സംസ്ഥാന സർക്കാരിൽ നിന്നാണോ, കേന്ദ്ര സർക്കാരിൽ നിന്നാണോ? നമ്മൾ ഇതിനൊരു പരിഹാരം ഇമ്മീഡിയറ്റായിട്ട് പ്രതീക്ഷിക്കുന്നത് ഈ ഇന്ധന വിലയിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചെറിയ വർധനവ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്നത് അശാസ്ത്രീയമായിട്ട് വൻ വില വർധനയാണ്. അത് പിൻവലിക്കണമെന്നാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ആവശ്യം. അത് 1, 2, 3 ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ് ഇവിടുത്തെ സാധാരണ ഒരു റെസ്റ്റോറൻറ്റ് ഉടമകൾ. അവർ ഒരു 3 ഗ്യാസ് സിലിണ്ടർ ഒരു ദിവസം ഉപയോഗിക്കുമ്പോഴത്തേക്കും 1400 × 3 അത്രയും വിലയാണ് ഒരു ദിവസം കൂട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വില നിയന്ത്രിക്കണം. ഈ ഇന്ധന വിലയുടെ വില ഏറ്റവും ആദ്യം നിയന്ത്രിക്കണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു പൊളിറ്റിക്കൽ വിൽ ഉണ്ടെങ്കിൽ ഈ വില നിയന്ത്രണത്തിലെല്ലാം കേന്ദ്ര സർക്കാരിനായാലും സംസ്ഥാന സർക്കാരിനായാലും വളരെയേറെ കാര്യങ്ങൾ ഇടപെടാൻ കഴിയും. അങ്ങനെ ഇടപെട്ട് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ മേഖലയ്ക്കും ഒരു സഹായമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ ഈ പല ഹോട്ടലുകളിലെയും ജീവനക്കാരുടെയും അല്ലെങ്കിൽ ആ ഹോട്ടൽ നടത്തിപ്പുകാരുടെയും ഒക്കെ പ്രതികരണങ്ങൾ ഞങ്ങൾ തേടിയപ്പോൾ ഒരു വ്യത്യസ്തമായ പ്രതികരണങ്ങൾ കണ്ടു. ഇപ്പോൾ ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് വില കൂട്ടാതെ തരമില്ല, അതുകൊണ്ട് ഇപ്പോൾ ചായക്കും കടിക്കും ഒക്കെ ഞങ്ങൾ 2 രൂപയും 1 രൂപയും 2 രൂപയൊക്കെ വെച്ച് കൂട്ടിയിട്ടുണ്ടെന്നാണ്. ചിലർ പറയുന്നു തൽക്കാലം ഇപ്പോൾ ഞങ്ങൾ കൂട്ടുന്നില്ല, ഞങ്ങളത് ഒന്നുകൂടി നോക്കട്ടെ എന്നിട്ട് കൂട്ടാം, ഈ സൈഡ് ഡിഷസ് ഒന്നും കുറച്ചിട്ടില്ല, ഞങ്ങൾ വിഭവങ്ങളൊന്നും കുറച്ചിട്ടില്ല, കുറച്ചുകൂടി കാത്ത ശേഷം തീരുമാനമെടുക്കാമെന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 തരത്തിൽ ഇതിനൊരു ഏകീകൃത സ്വഭാവം ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ്? ചിലർ വില കൂട്ടുന്നു, ചിലർ കൂട്ടുന്നില്ല, അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് പല രീതിയിലാണ് ഓരോരുത്തരുടെയും ഉൽപ്പാദന ചെലവ് വരുന്നത്, പല രീതിയിലാണ് അവരെല്ലാം ഓപ്പറേഷൻ കോസ്റ്റും വരുന്നത്. അതെല്ലാം വെച്ചിട്ടാണ് ഓരോരുത്തരും വില നിയന്ത്രിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഒരു ചെറിയ നാട്ടുമ്പുറത്തെ ഒരു ചെറിയ കടയിൽ കിട്ടുന്ന വിലയല്ല നമ്മളൊരു 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള റെസ്റ്റോറൻറ്റിൽ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. വളരെയേറെ ഫാക്ടേഴ്സ് അതിലേക്ക് വരുന്നുണ്ട്. അവരുടെ ഓരോ ഭക്ഷണപദാർത്ഥത്തിൻ്റെയും വില വ്യത്യാസം വരുന്നത് പല പല ഘടകങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ വില നിർണ്ണയിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് ഒരിക്കലും ഒരു ഏകീകൃതമാവില്ല. കാരണം അവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബിരിയാണി റൈസ് തന്നെ 100 രൂപയുടെ തൊട്ട് 200 രൂപയുടെ 250 രൂപയുടെ 300 രൂപയുടെ വരെ റൈസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന
ആ ഇൻഗ്രീഡിയൻസിൻ്റെ വില അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും വില വ്യത്യാസം വരുന്നത്. ഇൻഗ്രീഡിയൻസിൻ്റെ വില, അവരുടെ ഫെസിലിറ്റീസ്, അവർ കൊടുക്കുന്ന സർവീസ് എല്ലാം വെച്ചിട്ടാണ് വില വരുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ഏകീകൃതമായിട്ട് ഒരു വില നിർണ്ണയം ഈ മേഖലയിൽ നടപ്പാക്കാൻ പറ്റുന്നതല്ല. ശരി ശ്രീമതി ആശ, ഏതായാലും കാരണങ്ങൾ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന അതിനെ വഴിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള വിലവർദ്ധനവിൻ്റെ ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ അതിൽ ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് ഇടപെടാൻ കഴിയുന്ന ആർക്കൊക്കെയാണ്, അതിനുള്ള നേരത്തെ ശ്രീമതി ആശ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ വിൽ, ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഈ സർക്കാരുകൾ കാണിക്കുമോ എന്നൊക്കെയാണ് നമുക്കറിയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.